ഇതുപോലുള്ള ഇത്രയും വലിയൊരു പ്രൊജക്റ്റിൽ ഭാഗമാകുക എന്നുള്ളത് തന്നെ ഒരു വലിയ ഹാപ്പിനെസ് തരുന്ന സംഭവമാണ്. പിന്നെ നമ്മളെ പോലെ അഭിനയമോഹമായിട്ട് വരുന്നവർക്ക് ഇതുപോലുള്ള ഒരു ബാനറും ഇതുപോലുള്ള ഒരു ഡയറക്ടറും ഇതുപോലുള്ള ഒരു ഡെബ്യൂ ഡയറക്ടറും ഒരു ആക്ടറും അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടാനില്ല. ഞങ്ങൾ ഇന്ന് റീബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് ടിക്കറ്റ് ഇല്ല അവിടെ. ഓക്കെ, അപ്പം ലോകേഷ് സാർ ഡയറക്ടർ ആൻഡ് ആക്ടർ എങ്ങനെയാണ് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്? നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഡയറക്ടറായിട്ട് ലോകേഷ് സാറിന്റെ എല്ലാ ഫ്ലേവേഴ്സും കണ്ടിട്ടുണ്ട്. ഞാനപ്പോൾ കണ്ടപ്പോൾ തന്നെ ലോകേഷ് സാറിനോട് പറയുകയും ചെയ്തു, ദാസ് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്, സോ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല സാർ. കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ഇത്രയും പ്രൊജക്ട്സ് വർക്ക് ചെയ്തിട്ട് നമ്മൾ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഒരു സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണിയുടെ സ്ക്രീനിലെ അളി നമ്മുടെ മുഖം കണ്ടുകൊണ്ടിട്ടാണല്ലോ ഇവിടെ കമ്പോസ് ചെയ്യുന്നതിനുള്ളൊരു സമാധാനം നമുക്കുണ്ട്. പിന്നെ അടിക്കുന്ന ഡമ്മി വടിയാണെന്നുണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമുക്ക് പാഡിലല്ലാതെ മുതുകത്ത് കൊണ്ട സാഹചര്യങ്ങളുണ്ട്. ദൈവം സഹായിച്ച് നരിവേട്ട സാറ് കണ്ടിരുന്നു, എൻ്റെ പെർഫോമൻസ് നന്നായിരുന്നു എന്ന് പറഞ്ഞു. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു മെസ്സേജാണ് ഇന്ന് DC കഴിഞ്ഞ് നമ്മൾ ഈ ഇന്റർവ്യൂ സംസാരിച്ചത്. ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് നറേറ്റ് ചെയ്തു. താങ്ക് യു. നമ്മളോടൊപ്പം ഇന്നുള്ളത് റിയലിസ്റ്റിക് ആക്ടർ എന്ന ടാഗ് ലൈൻ കൊടുത്ത ഒരു വ്യക്തിയാണ്. മലയാളത്തിൽ നിന്ന് ഒരു പ്രസൻസ് DC പോലെ ഒരു സിനിമയിൽ പോയി അവിടെ അതിഗംഭീര ആക്ടിങ് പെർഫോമൻസ് കാഴ്ചവെച്ച് ഇപ്പൊ നമ്മളോടൊപ്പം ഇരിക്കുന്നത് പ്രണവ് ടിയോഫിനാണ്. ഹായ്, നമസ്കാരം. വെൽക്കം ടു CPX. താങ്ക് യു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ പ്രണവ് ടിയോഫിൻ? ഭയങ്കര ഡിഫറെന്റ് ആയ ഒരു സർനെയിം ആണല്ലോ. പേരല്ലേ? പൊതുവെ എല്ലാവരും പറയാറുണ്ട് ടിയോഫിൻ എന്താന്നുള്ളത് ചോദിക്കും. പിന്നെ സ്കൂൾ ടൈമിലൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രണവ് ടെലിഫോൺ എന്നെ അറ്റൻഡൻസിൽ വായിക്കാൻ കിട്ടാതെ പെട്ടെന്ന് അങ്ങനെയൊക്കെ പ്രൊനൗൺസ് ചെയ്യാം. അതൊന്നുമില്ല, എനിക്കും എന്റെ പേരിനോട് കൗതുകം തോന്നി തുടങ്ങിയത് കുറച്ച് ഒരു 7th സ്റ്റാൻഡേർഡ് 8th സ്റ്റാൻഡേർഡ് ആകുന്ന സമയത്ത് നമുക്കൊരു കുറച്ചൊരു മെച്യൂരിറ്റി വരുമല്ലോ. അപ്പൊ എന്തായിരിക്കും ഈ പേര് എന്നുള്ളൊരു ഒരു കൗതുകം എനിക്കും വന്നു. ഒന്നുമില്ല, പ്രണവ് എന്നുള്ളത് എൻ്റെ അങ്കിൾ ഒരു വലിയ മോഹൻലാൽ ഫാനാണ്. അപ്പോ ലാലേട്ടന്റെ മോന്റെ പേര് തന്നെ എനിക്കും വെക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജനിച്ചിന് ഒരു വർഷം മുമ്പേ കണ്ട പ്രണവ് ജനിച്ച്. സോ ആ പേര് തന്നെ എനിക്ക് വെച്ചു എന്നുള്ളതാണ്. പിന്നെ ടിയോഫിൻ എന്നുള്ളത് എൻ്റെ മുത്തശ്ശി എനിക്ക് എന്തോ ഒരു സിക്നസ് വന്ന സമയത്ത് ഇവിടെ പൊന്നുരുന്തി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് എറണാകുളത്ത്. സോ അവിടെ ടിയോഫിൻ അച്ഛന്റെ പള്ളിയുണ്ട്. ടിയോഫിൻ എന്ന് പറയുന്നത് ഒരു സെയിന്റിന്റെ നെയിമാണ്. അപ്പോൾ അതങ്ങോട്ട് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. സോ അതങ്ങനെ വിളിച്ച് പിന്നെ സിനിമയിലേക്കും കൂടെ വന്നപ്പോൾ നമുക്കത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് യൂണിക് ആയിട്ട് കാണുന്ന ആൾക്കാരെ നോട്ടീസ് ചെയ്യുന്ന ഒരു നെയിമായി മാറി. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ നിന്ന് പ്രണവ് ടിയോഫിൻ എന്നൊരു വ്യക്തി DC പോലുള്ള ഒരു വലിയൊരു ലോകേഷ് സാറിന്റെ ഒരു യൂണിവേഴ്സ് ആണ് ലോകേഷ് സാർ എന്ന് പറയുമ്പോൾ. അപ്പം സാറിന്റെ ഫസ്റ്റ് ആക്ടിങ് ഡെബ്യൂ മൂവിയിൽ പോയിട്ട് ഒരു പ്രസൻസ് കാഴ്ചവെക്കുകയാണ്, നല്ലൊരു ആക്ടിങ് കാഴ്ചവെക്കുകയാണ്. അപ്പം ഹൗ യു സീ ഇറ്റ്? വളരെ സന്തോഷം തന്നെയാണ്. കാരണം ഇതുപോലുള്ള ഇത്രയും വലിയൊരു പ്രൊജക്റ്റിൽ ഭാഗമാകുക എന്നുള്ളത് തന്നെ ഒരു വലിയ ഹാപ്പിനെസ് തരുന്നൊരു സംഭവമാണ്. പിന്നെ നമ്മളെ പോലെ അഭിനയമോഹമായിട്ട് വരുന്നവർക്ക് ഇതുപോലുള്ള ഒരു ബാനറും ഇതുപോലുള്ള ഒരു ഡയറക്ടറും ഇതുപോലുള്ള ഒരു ഡെബ്യൂ ഡയറക്ടറും ഒരു ആക്ടറും അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ച് നോക്കത്തില്ല. നമുക്ക് അവിടെ ഇപ്പോ ഈ ഒരു റേഞ്ചിൽ നമ്മുടെ ഒരു ട്രാവലിൽ ഇപ്പൊ അവിടെ എത്താൻ പറ്റുമോ എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കലി അത് സാധിക്കുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു മാനിഫെസ്റ്റേഷൻ, നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യണം, അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ് എന്നെ അവിടെ എത്തിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനു മുമ്പും ലോകേഷ് സാറായിട്ടുള്ള ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു എനിക്ക്. മാസ്റ്റർ വിക്രം അതിലൊക്കെ വർക്ക് ചെയ്തത് കൊണ്ട് ഞങ്ങൾ തമ്മിലൊരു കോമ്പിനേഷൻ, ഒരു കോംബോ ഉണ്ട്, ഒരു ബ്രദർ റിലേഷൻഷിപ്പ് ആണ്. അതുകൊണ്ട് തന്നെ അത് സിനിമയിലേക്ക് ഒന്നും ഹെൽപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. അതാണോ DC-യിലേക്ക് കാസ്റ്റ് ചെയ്യാനുള്ള ഒരു റീസൺ ആയത്? അല്ല, ഒരിക്കലും അല്ല. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. ഓട്ടോമാറ്റിക്കലി എല്ലാം താനേ നടന്നതാണ്. ഞാൻ ആക്ച്വലി അരുൺ മാധേശ്വരൻ സാറിന്റെ ഒരു വലിയ ഫാനാണ്. പുള്ളിയുടെ റോക്കി, സാണിക്കായുധം, ക്യാപ്റ്റൻ മില്ലർ ഇതുപോലുള്ള സിനിമകളെല്ലാം കണ്ട് ഭ്രമിച്ചിരുന്ന ഒരു സാധാരണ ഒരു ഓഡിയൻസ് തന്നെയാണ് ഞാൻ. അപ്പോൾ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിരിക്കുകയും അതിലേക്ക് എത്തിപ്പെടാൻ എന്ത് ചെയ്യാം, എങ്ങനെ നമുക്ക് മെസ്സേജ് ചെയ്ത് അവരോട് സംസാരിക്കാം എന്നൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് ഞാൻ കുഞ്ഞു ഫോട്ടോഷൂട്ട്സ് ചെയ്യാറുണ്ട്. അത് അരുൺ സാറിന് ടാഗ് ചെയ്യും, പുള്ളി അത് നോട്ടീസ് ചെയ്യും, അങ്ങനെ നൈസ് വർക്ക് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യും. അങ്ങനെ തുടങ്ങിയ ഒരു കണക്ഷനാണ് ഡയറക്ടറുമായിട്ട്. പിന്നെ ഞാൻ കറക്റ്റ് നരിവേട്ട കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ്
എൻ്റെ പ്രൊഫൈൽ ഞാൻ വീണ്ടും പുള്ളിക്ക് അയക്കുന്നത്, സാർ ഞാൻ റീസെന്റ് നരിവേട്ട പോലൊരു പടം ചെയ്തിട്ടുണ്ട്, അപ്പോൾ സാറിന് നെക്സ്റ്റ് പ്രോജക്റ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞൊരു ഹോപ്പിൽ അയച്ച മെസ്സേജ്. അതെ, അങ്ങോട്ട് അപ്രോച്ച് ചെയ്തതാണ് നരിവേട്ട കഴിഞ്ഞ ശേഷം. ദൈവം സഹായിച്ച് നരിവേട്ട സാറ് കണ്ടിരുന്നു, എൻ്റെ പെർഫോമൻസ് നന്നായിരുന്നു എന്ന് പറഞ്ഞു, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ആണ് ഇന്ന് DC കഴിഞ്ഞ് നമ്മൾ ഈ ഇന്റർവ്യൂവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് നെറേറ്റ് ചെയ്തു. താങ്ക് യു. ഓക്കെ, അപ്പം ലോകേഷ് സാർ ഡയറക്ടർ ആൻഡ് ആക്ടർ, എങ്ങനെയാണ് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്? നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഡയറക്ടറായിട്ട് ലോകേഷ് സാറിന്റെ എല്ലാ ഫ്ലേവേഴ്സും കണ്ടിട്ടുണ്ട്. കാരണം മാസ്റ്ററിൽ വർക്ക് ചെയ്തു, അത് കഴിഞ്ഞ് വീണ്ടും വിക്രമിൽ വർക്ക് ചെയ്തു. രണ്ട് സോണിലുള്ള സിനിമകളാണ്. ഒന്ന് തമിഴിലെ മുഖ്യമായ തളപതി പോലുള്ള ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് ഒരു ദിവസം 3000-4000 പേര് ജൂനിയർ ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും വർക്ക് ചെയ്യുന്ന ഒരു ക്രൂവിൽ വർക്ക് ചെയ്യാൻ പറ്റി. അവരെങ്ങനെയാണ് ലോകേഷ് സാറെ പോലെയുള്ള ഒരു ഡയറക്ടർ അത്രയും വലിയൊരു ആർട്ടിസ്റ്റിനോട് കൺവേ ചെയ്ത് ഓരോ കാര്യങ്ങൾ മേടിക്കുക എന്നുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റി. ഒരു മാജിക് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. യെസ്, ഓഫ് കോഴ്സ്. അതുപോലെയുള്ള ഒരു ക്രാഫ്റ്റ്മാൻ നമ്മൾ മജീഷ്യൻ എന്നും പറയാം. കാരണം അത്രയും നമ്മളെ 2-2.5 മണിക്കൂർ നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് കണ്ടുവരുന്ന സിനിമകളിൽ നിന്നെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളെ ഭ്രമിപ്പിച്ച് 2 മണിക്കൂർ ഇരുത്തുക, അഡ്രനൽ റഷ് തരുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. സോ വിക്രമിലേക്ക് വരുന്ന സമയത്ത് പുള്ളിയുടെ ഐഡിയോളിനെ വെച്ചിട്ട് ഒരു പടം ചെയ്യുന്നു, നമ്മുടെ കമൽ സാറിനെ വെച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മൂവിയിൽ നമുക്ക് ഒരു നല്ല ക്യാരക്ടർ പ്ലേസ് ആയി കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡയറക്ടറുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഹീസ് പെർഫെക്റ്റ്. ഭയങ്കര കൂളായിട്ടുള്ള ഒരു ഡയറക്ടറാണ്, നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ബട്ട് ഒരു ആക്ടർ എന്ന് നമുക്ക് പുള്ളിനെ വേർതിരിച്ച് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും ഭയങ്കര ടെൻഷനായിരുന്നു. എങ്ങനെ പുള്ളിനെ കൊണ്ട് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും? കാരണം ലോകേഷ് സാർ ഡയറക്ടർ ലൊക്കേഷൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ആക്ടർ ലൊക്കേഷൻ ഇല്ല, കണ്ടിട്ടില്ല. പുള്ളിയും ഇച്ചിരി ഷൈ ടൈപ്പാ. അങ്ങനെ പെട്ടെന്നൊന്നും മുമ്പിൽ വന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനോ അങ്ങനെ ധൈര്യപ്പെടാത്ത ഒരാളാ. ബട്ട് ബിഹൈൻഡ് ദ ക്യാമറ പുള്ളി ഭയങ്കര കൂളാണ്, ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ ഞാനും ചോദിക്കുകയുണ്ടായി ലോകേഷ് സാറിന്റെ അടുത്ത് DC വർക്ക് ചെയ്യുമ്പോൾ, സാർ ഓക്കെ ആണോ, പറ്റുന്നുണ്ടോ എന്ന്. നിങ്ങളൊക്കെ ഓൾറെഡി കുറെ പടം വർക്ക് ചെയ്തതാണ്, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് വന്നേക്കുന്നേ. അപ്പോ നല്ല ടെൻഷനുണ്ട്. ആൾക്കാർ ഇനി ചിരിക്കുമെന്ന് വരെ എനിക്ക് നല്ല ടെൻഷനുണ്ട്. ബട്ട് അരുൺ സാറിനെ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. പിന്നെ നമ്മൾ റഷ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കും ഒരു ചെറിയ വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ദാസ് എന്ന് പറയുന്ന ക്യാരക്ടർ അത്രയും സോളിഡ് ആയിട്ടാണ് പുള്ളി അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അത് അരുൺ സാറ് മെനക്കെട്ട് ലോകേഷ് സാറിന്റെ അടുത്ത് പറഞ്ഞു. കാരണം അവർ തിക് ഫ്രണ്ട്സ് ആയത് കാരണം അവരുടെ ഉള്ളിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അത് വർക്ക്ഔട്ട് ആയത് എനിക്കത് കാണാൻ പറ്റി. ഞാനപ്പോൾ കണ്ടപ്പോൾ തന്നെ ലോകേഷ് സാറിനോട് പറയുകയും ചെയ്തു, ദാസ് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്, സോ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല സർ, നമുക്ക് മുന്നോട്ട് പോവാം എന്ന് പറഞ്ഞ് അങ്ങനെ മാജിക്കലി ലോകേഷ് സാറെ ഒരു ആക്ടറായിട്ട് കണ്ടൊരു മൊമെന്റ് ആണ് DC ഫുൾ എനിക്ക്. അതായത് DC സിനിമയില് ദാസ് ആൻഡ് സെബാസ്റ്റ്യൻ ആ ഒരു കോംബോ എങ്ങനെയായിരുന്നു? ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആക്ച്വലി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ദാസ് ആൻഡ് സെബാസ്റ്റ്യൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആക്ച്വലി ആ ഒരു ഗ്യാങ് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്യാങ് ആണ്, നല്ല ഗിവ് ആൻഡ് ടേക്ക് ആയിട്ടുള്ള ഒരു ഗ്യാങ് ആയിരുന്നു. സിനിമയില് കഥാപാത്രങ്ങളായിട്ട് നോക്കുന്ന സമയത്ത് തന്നെ ഓരോരുത്തരും ഓരോ സോണിൽ നിന്ന് പോകുന്നവരാ. ഇപ്പോ ദാസിന്റെ കൂടെ എക്സ്ട്രാ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് സെബാസ്റ്റ്യൻ, ഒരു ബ്രദർഹുഡ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരു കുറച്ച് കെയറിങ് ആയിട്ട് നമുക്ക് ഈ ഒരു സോണൊക്കെ വിട്ട് നല്ലപോലെ ജീവിക്കാം എന്ന് പറയുകയും അതിലേക്ക് നമ്മളെ ഒരു മനുഷ്യനെ തിരുത്തി കൊണ്ടുപോകാൻ നമുക്കൊരു കൂട്ടുകാരൻ വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കൂട്ടുകാരനായി നിന്ന് സെബാസ്റ്റ്യൻ വർക്ക് ചെയ്തെടുത്തത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ ഓൾറെഡി ലോകേഷ് സാറുമായിട്ട് വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്രദർഹുഡ് റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് ദാസ് ആയിട്ട് കാണാൻ ഭയങ്കര ഈസി ആയിരുന്നു. വലിയ മെനക്കെടലുകളോ ഹോംവർക്സോ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. സെറ്റിനകത്ത് പോയി ആ ഒരു സ്ക്രിപ്റ്റ് മൂഡൊക്കെ കിട്ടിക്കഴിയുമ്പോൾ തന്നെ ഇറ്റ്സ് ദാസ്, ഇറ്റ്സ് സെബാസ്റ്റ്യൻ എന്നുള്ള രീതിക്ക് പോകുമായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. വാമിക ഈ സിനിമയില് ഒരു കിഡിൽ, അതായത് പുള്ളിക്കാരുടെ ആക്ടിങ് പീക്ക്നെസ് ആണേ പറയാം, അങ്ങനെ ആക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ലോകേഷ് സാർ എങ്ങനെ അതിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു ആക്ടിങ്, അപ്പം എങ്ങനെയായിരുന്നു അത് നേരിൽ കാണുമ്പോൾ ഉള്ളൊരു ഫീൽ എന്തായിരുന്നു? ആക്ച്വലി വാമിക മാമിന്റെ ഒരു വലിയ ഫാനാണ് ഞാൻ. നമ്മളൊരു പെർഫോമർ ആയിരിക്കുന്ന സമയത്ത് ഒരു പെർഫോമറിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ. പുള്ളിക്കാരത്തിയുടെ ഫിൽമോഗ്രാഫി, സിനിമകളെല്ലാം നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്തും ഓരോ ക്യാരക്ടേഴ്സും പുള്ളിക്കാരത്തി ചെയ്തു വെക്കുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് തന്നെയാണ്. ഗോദയിൽ നോക്കുകയാണെങ്കിൽ എല്ലാരും ഒരു ഫീൽ ഗുഡ് ലവ് ഒക്കെ തോന്നുന്ന. അതെ, അത്രയും ബോൾഡ് ആയിട്ട് ഒരു പെണ്ണിനെ നമ്മൾ മലയാള ഇൻഡസ്ട്രിയിൽ അന്ന് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഞാൻ വരെ കണ്ടിട്ടുണ്ട്, കുറവായിരിക്കും. സോ അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനും പുള്ളിക്കാരത്തി കൊടുക്കുന്ന മെനക്കേടും അതിനുവേണ്ടി പുള്ളിക്കാരത്തി എടുക്കുന്ന എഫേർട്ടും ഭയങ്കര ഹൈ ആണ്.
പുള്ളിക്കാരത്തിക്ക് അതിൽ കിട്ടുന്ന ഹൈ എന്ന് പറയുന്നത് ഈ റിലീസിന് ശേഷം മേ ബി ഈ ഓഡിയൻസ് കൊടുക്കുന്ന റെസ്പോൺസ് തന്നെയായിരിക്കും പുള്ളിക്കാരത്തിയുടെ ഹൈ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതിൽ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടിയിട്ടില്ല. കാരണം സെബാസ്റ്റിനും നമ്മുടെ ചന്ദ്രയ്ക്കുള്ള കോമ്പിനേഷൻസ് ഈ സിനിമയിൽ ഇല്ല. ബട്ട് അവർ വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. അവർ സെറ്റിലുള്ള സമയത്ത് ഒരു സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അവർ പെർഫോം ചെയ്തതെല്ലാം കാണാൻ പറ്റിയൊരു ഭാഗ്യം എനിക്കുണ്ടായി. ഇതില് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരത്തേക്ക് കിട്ടിയത്. സോ ഒരു നോർമൽ ഗേളിൽ നിന്നും എങ്ങനെ ചന്ദ്രയായിട്ട് ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ളത് എനിക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ആ ഒരു സന്തോഷമുണ്ട്. ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് എനിക്കുണ്ട്. സോ ഇനിയും വാമികയുടെ അടുത്തുനിന്ന് ഇതുപോലുള്ള കിട്ടില്ലൻ പെർഫോമൻസുകൾ നമുക്ക് കിട്ടും എന്ന് എന്തായാലും നമുക്ക് ഉറപ്പുണ്ട്. സോ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുന്നു എല്ലാവരെയും പോലെ. വാമികയായിട്ട് ഓക്കെ. അപ്പം സഞ്ജനയായിട്ടും നിങ്ങൾ 3 പേരും സഞ്ജനയും എങ്ങനെയായിരുന്നു ആ ഒരു കോംബോ? സഞ്ജന ഷൂട്ടിന് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇതുപോലെയുള്ള കോമ്പിനേഷൻ സീൻസ് നമുക്കും സഞ്ജനയ്ക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ററാക്ട് ചെയ്യുമല്ലോ നമ്മൾ. ഓൾറെഡി നമുക്ക് അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റിൽ വെച്ച് അവരെ കാണുന്ന സമയത്ത് ഞാനാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡയറക്ടർ തന്നെ പറയും ഇതാണ് ദാസ് ചെയ്യുന്ന അല്ലെ സെബാസ്റ്റ്യൻ ചെയ്യുന്ന പയ്യൻ ഇതാണെന്നൊക്കെ പറയുന്ന സമയത്ത് നോർമലി ഒരു ചെറിയ മടിയോടുകൂടെ തന്നെ ആയിരിക്കും ആദ്യം നമ്മൾ പുതിയൊരാളോട് സംസാരിക്കുക. ബട്ട് അതെല്ലാം ഒരു സെക്കൻഡ് ഡേയിൽ തന്നെ പൊട്ടിച്ച് ആ ക്യാരക്ടറിനോട് സിങ്കായി ഭയങ്കര ലവബിൾ ആയിട്ട് സംസാരിക്കാനും. ആക്ച്വലി സഞ്ജന ക്രിയേറ്റീവ് സൈഡിൽ നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരത്തി ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ്. മണിരത്നം സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് സഞ്ജന. അപ്പോൾ ഞാൻ അത് ചോദിക്കുന്നുണ്ടായി. അപ്പൊ ഫ്യൂച്ചറിൽ ഒരു ഡയറക്ടർ ആകാനുള്ള ആള് ഇപ്പൊ ഫ്രെയിമിന്റെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു. ഐ ലവ് ആക്ടിങ് എന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. സോ അവർ ഇതിനു മുമ്പ് ചെയ്ത റബ്ബർ പന്ത് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൽ ഭയങ്കര മുഖ്യമായിട്ടുള്ള ഒരു ക്യാരക്ടർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഞാൻ അതിൽ ഭയങ്കര വലിയൊരു ഫാനായി അവരുടെ അടുത്ത്. ഞാൻ അതും അവരോട് പറഞ്ഞു. ഇതിലും പുള്ളിക്കാരത്തി ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടർ പാർവതി എന്ന് പറയുന്ന ക്യാരക്ടർ അത്രയും ഭംഗിയായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിരുന്നു. അതിലും ഭയങ്കര സന്തോഷം. അതിന്റെ ഔട്ടൊക്കെ നമ്മൾ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണുന്ന സമയത്താണ് ടോട്ടൽ സിനിമയായിട്ട് നമ്മൾ കാണുന്നത്. അത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ദാസും അതേപോലെ ചന്ദ്രയും ലൈക്ക് അവര് എൻഡ് വരെ പോകുന്നുണ്ട്. ഇവരെ അൺപെർഫെക്റ്റ് അല്ല എന്താ പറയാ ബ്യൂട്ടിഫുൾ ആണ്. കഥ കഴിഞ്ഞിട്ടില്ല, ഇവര് കഥ കഴിഞ്ഞു പക്ഷെ ബ്യൂട്ടിഫുൾ ആണെന്നൊരു ടാഗ് ലൈൻ കൊടുക്കണ്ടായി അല്ലെ? അത് എത്രമാത്രം? കാരണം ആ കഥയുടെ കിടപ്പ് അങ്ങനെയാണ്. ആ കഥ നമ്മളെ കൊണ്ടുപോകുന്നതും ആ ട്രാവല് എത്രത്തോളം അവിടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതിന്റെ ഒരു ഇതായിരിക്കും ചിലപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത് നമുക്കറിയാൻ കാരണം ഫസ്റ്റ് ഹാഫ് കണ്ടവർക്ക് അറിയാം ദാസ് എന്ന വ്യക്തിക്ക് ഈ ഒരു കൊച്ചിനെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സെറ്റിലാണെന്നുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കഥയിലും ആ കഥാപാത്രങ്ങളും അവിടുന്ന് മാഞ്ഞു പോവുകയാണ് സിനിമയിൽ നിന്ന്. സോ അതിനുശേഷം എന്താന്നുള്ളത് പോയി നോക്കുന്ന സമയത്താണ് അതേ രൂപത്തിലുള്ള ഒരു പെണ്ണിനെ വീണ്ടും കാണാൻ ഇടയാകുകയും ടോട്ടലി പാർവതി ചെയ്ത ക്യാരക്ടറിനും വാമിക ചെയ്ത ക്യാരക്ടറിനും രണ്ട് ഡിഫറൻസാ. ചന്ദ്ര ഈസ് സോ ബോൾഡ്. പാർവതി എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ്. അടിയൊന്നും ഇഷ്ടമല്ല, നീ ഇതൊക്കെ ഒഴിവാക്കണം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ഇത്. ഇവിടെ തോക്കെടുത്ത് AK-47 ആയിട്ട് ദാസ് നിൽക്കുവാണെങ്കിൽ 2 പിസ്റ്റൾസും ആയിട്ട് ചന്ദ്രയെ നിൽക്കും എന്നുള്ളൊരു മോഡലാണ് ചന്ദ്രയുടെ. അതുകൊണ്ട് തന്നെ ആയിരിക്കും നമുക്ക് അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നാൻ കാരണം ഒരു നമ്മൾ വീഴുന്ന സ്ഥലത്ത് നമുക്ക് തോളിൽ നിൽക്കാൻ ഒരു കൂട്ടുകാരനെ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരാളെ കിട്ടുക എന്ന് പറയുന്ന ആ ഒരു മോഡാണ് അവിടെ വർക്ക് അയക്കുന്നത് സെക്കൻഡ് ഹാഫിൽ. സോ അത് തന്നെ ആയിരിക്കും അതിന്റെ ബ്യൂട്ടിഫുൾനെസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സെബാസ്റ്റിന്റെ ക്യാരക്ടർ കുറച്ചും കൂടെ കഥയിൽ ഉണ്ടായിരുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും നമ്മൾ അങ്ങനെ ചിന്തിക്കുമല്ലോ. നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ക്യാരക്ടർ തന്നെയാണ് സെബാസ്റ്റിന്റെ. ബട്ട് സെബാസ്റ്റിൻ ഇടയിൽ കട്ട് ഓഫ് ആയി പോകുന്നു എന്ന് പറഞ്ഞതിൽ പേഴ്സണലി എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എങ്കിലും ഒരു ഡയറക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂവില് ഡയറക്ടർക്ക് ഓൾറെഡി കാണാൻ പറ്റും ആ സിനിമ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ എവിടെ വെച്ച് അവസാനിക്കണം, എന്താണ് ഞാൻ ആ ക്യാരക്ടറോട് കൂടെ പറയാൻ വരുന്നത് എന്നുള്ളതൊക്കെ അരുൺ സാറിന് ഭയങ്കര ക്ലിയർ ആൻഡ് കട്ടായിരുന്നു. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. സിനിമ കണ്ട ശേഷം ഞാനും ഇമോഷണലായി. ഓക്കെ, സെബാസ്റ്റ്യൻ പോകേണ്ട സ്ഥലം ഇത് തന്നെയാണെന്നുള്ളത് പ്രോപ്പറായിട്ട് സ്കെച്ച് ചെയ്ത് ക്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ് അരുൺ സാർ. ഞാൻ റിലീസ് കഴിഞ്ഞ ശേഷം ഞാൻ അരുൺ സാറിനോട് വിളിച്ച് പറഞ്ഞതും അതാണ്. എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു സാർ, ഇത്രയും വലിയൊരു പ്രൊജക്റ്റില് നമ്മൾ ഇതുപോലൊരു സാധനമാണ് ചെയ്തേക്കുന്നത്, വളരെ ചെറുതായി പോവുമോ, ആരും നോട്ട് ചെയ്യാതെ പോവുമോ, അല്ലെങ്കിൽ ഞാൻ ചെയ്തു വെച്ചേക്കുന്നത് പ്ലേസ് ആവുമോ കറക്റ്റായിട്ട് എന്നുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം സിനിമ കണ്ട ശേഷം മാറി സാർ. യു ആർ റിയലി ഗ്രേറ്റ്, യു ആർ എ ബെറ്റർ ആൻഡ് ഗുഡ് ക്രാഫ്റ്റ്മാൻ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സാറും പറഞ്ഞത് അതാണ്, എൻജോയ് പ്രണവ്, എൻജോയ് ദിസ് മൊമെന്റ് എന്ന് പറഞ്ഞിട്ട് സാർ ഫോൺ വെക്കുകയുണ്ടായത്. സോ അങ്ങനെയുള്ള ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണ് ഇതിൽ സംഭവിച്ചത്. എന്തായാലും സെബാസ്റ്റ്യൻ എന്നുള്ള ക്യാരക്ടർ വളരെ കിടിലായി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം
അപ്രിസിയേഷൻസ് എന്തെങ്കിലും കിട്ടിയായിരുന്നു നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന്? എങ്ങനെയായിരുന്നു ഇവിടെയുള്ള ആക്ടേഴ്സ് എങ്ങനെയായിരുന്നു അത് കണ്ടത്? ആക്ച്വലി DC സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. ഇതൊരു വമ്പൻ പ്രൊജക്റ്റ് ആണ്. എല്ലാവരും വർക്ക് ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യൻസും ഭയങ്കര വലിയ ആൾക്കാരാണ്. സോ ഇവരുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മളെ തിരിച്ചറിയും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതെല്ലാം അപ്പുറമായിട്ടാണ് DC-യുടെ ഒരു സക്സസ് പോയത്. രണ്ടാമത്തെ ദിവസം തന്നെ ബ്ലോക്ക് ബസ്റ്റർ അടിക്കുന്നു, മൂന്നാമത്തെ ദിവസം ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നു. അങ്ങനെ ഓരോ ദിവസവും അതിന്റെ തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടാനില്ല. ഞങ്ങൾ ഇന്ന് റീബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് ടിക്കറ്റ് ഇല്ല അവിടെ. അതെ അതെ. അപ്പൊ അതാണ് അതിന്റെ ഒരു ഗ്രേഡിങ്, ഡെയിലി ഡേ ടു ഡേ ഇങ്ങനെ കയറി പോകുന്ന കാരണം നമ്മളും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഒരു ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്റർ ഇതാവും എന്നുള്ളത്. അതായത് തന്നെ ആയിരിക്കാം മേ ബി ഇന്നലെ ഞാൻ ആരാന്ന് തിരിച്ചറിയാത്തവരെ വരെ ഇന്ന് ഞാൻ ആരാന്ന് തിരിച്ചറിഞ്ഞ് എനിക്ക് കോൾ ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇനി നമുക്കൊരു പ്രൊജക്ട് വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് കോൺഫിഡന്റ് ആയിട്ട് പറയുന്ന ഡയറക്ടേഴ്സ് വരെ എനിക്ക് DC കഴിഞ്ഞ ശേഷം ഉണ്ടായിട്ടുണ്ട്. ബട്ട് നരിവേട്ട കഴിഞ്ഞിട്ടാണ് ഞാനിത് പ്രതീക്ഷിച്ചത്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മുടെ സ്വന്തം മദർ ടങ്ങിൽ ഒരു നല്ല സിനിമ ചെയ്തു, അത് ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു സക്സസ് ആയി, അടുത്തത് നമുക്ക് മലയാളത്തിൽ നിന്ന് തന്നെ വെളിവരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന എനിക്ക് ഒരു 4 മാസം ഒരു കോളും വന്നില്ല. അപ്രീസിയേഷൻസ് കുറച്ച് വന്നു, എല്ലാവരും നല്ല രീതിക്ക് പെർഫോമർ ആണെന്ന് പറഞ്ഞത് അപ്പുറം ഒരു പ്രോജക്ട് കോൾ എനിക്ക് വന്നില്ല. ബട്ട് ദൈവം സഹായിച്ച് DC എന്ന് പറഞ്ഞൊരു വലിയ പ്രൊജക്റ്റിൽ നിന്ന് ഒരു കോള് വന്നു. അത് ചെയ്തതിനു ശേഷം വീണ്ടും ഇവനൊരു മലയാളിയാണ്, ഇവനൊരു നല്ല ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. എന്തായാലും ഒരു കരിയർ ചേഞ്ചിങ് മൂവി ആവട്ടെ, ഇനിയും ഒരുപാട് പ്രൊജക്ട്സ് ഒക്കെ നിറയെ വരട്ടെ. കുറച്ച് കോൾസ് കിട്ടിയ കുറച്ച് ആൾക്കാരുടെ പേര് പറയാൻ പറ്റുമോ? ഇങ്ങനെ വിളിച്ച് നല്ലപോലെ അപ്രീഷിയേറ്റ് ചെയ്ത് ഹാപ്പി ഒരു മൊമെന്റ്? അങ്ങനെ ഓർത്ത് പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. ഞാൻ നോർമൽ ആയിട്ടുള്ള പേഴ്സൺസ് മെസ്സേജ് ചെയ്യുന്നവർക്ക് പോലും ഞാൻ റിപ്ലൈ ചെയ്യുന്ന ആള്, അത്രയും മെനക്കെട്ടിരുന്നു. കാരണം നമ്മൾ ഇതിനു വേണ്ടി തന്നെ ആയിരുന്നല്ലോ ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്. ഒരു സാധാരണക്കാരന് നമ്മളെ മനസ്സിലാവണം. അങ്ങനെ ഒരു പേഴ്സൺ നമ്മളെ കണ്ടിട്ട് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. റീസെന്റ് ലുക്മാൻ ചേട്ടൻ കണ്ടിട്ട് വിളിച്ചായിരുന്നു, മെസ്സേജ് ഇട്ടായിരുന്നു, നല്ല കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. അർജുൻ അശോകൻ പുള്ളി മെസ്സേജ് ചെയ്തായിരുന്നു, നസ്ലൻ മെസ്സേജ് ചെയ്തായിരുന്നു. വേടൻ ഓൾറെഡി നമ്മൾ നരിവേട്ടയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഇതിലൊരു ഭാഗമാകാൻ പറ്റി, അതിൽ ഞാനും ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ വേടനും ഒരു സന്തോഷം വേടനും അറിയിച്ചായിരുന്നു. അതുപോലെയുള്ള കുറച്ച് നല്ല ഹൃദയങ്ങൾ എന്നെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി എന്നതാണ് സത്യം. വേടനെ പറ്റി പറയുകയാണെങ്കിൽ നരിവേട്ടയില് ചേട്ടൻ അഭിനയിച്ച സിനിമയിൽ ഇതുപോലെ വേടന്റെ ഒരു റാപ്പ് ഉണ്ടായിരുന്നു, ഇപ്പം DC-യിലും അതുപോലെ റാപ്പ് ഉണ്ടായിരുന്നു. തികച്ചും കോഇൻസിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുമല്ലേ? കോഇൻസിഡൻസ് തന്നെയാണ്. ഞങ്ങൾക്കും അറിയില്ലായിരുന്നു, കാരണം ഇതിൽ വേടൻ വർക്ക് ചെയ്യുന്നുണ്ട്, വേടൻ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളതൊന്നും. ഇതിന്റെ ഷൂട്ട് തന്നെ ഭയങ്കര സസ്പെൻസ് ആൻഡ് സർപ്രൈസിങ് ആയിരുന്നു. നാളെ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നാളെ സെറ്റിൽ പോയി കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. അങ്ങനത്തെ ഒരു ഷൂട്ടായിരുന്നു. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ഷൂട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കാരണം ഏത് ഷൂട്ടിന് പോകുന്ന സമയത്തും ഒരു അസോസിയേറ്റിന്റെ അടുത്തോ ഒരു ADസിന്റെ അടുത്തോ നമ്മൾ ചോദിക്കും, നാളെ എന്താ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, അതിന്റെ പേപ്പർ ഉണ്ടോ, സ്ക്രിപ്റ്റ് ഉണ്ടോ, ഡയലോഗ്സ് ഉണ്ടോ, എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചോദിച്ച് കളക്ട് ചെയ്യും. ബട്ട് അരുൺ മാധേശ്വരൻ സാറിന്റെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു. നമ്മള് കോസ്റ്റ്യൂം ഇട്ട് റെഡിയായി അവിടെ ചെന്ന് നിന്ന ശേഷം ക്യാമറ ലൈറ്റിംഗ് എല്ലാം സെറ്റ് ചെയ്ത ശേഷം ഡയറക്ടർ വന്ന് ആ സീനിന്റെ മൂഡ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ആ ഡയലോഗ്സ് എന്താന്നുള്ളത് ഒരു 4 ടേക്ക് പോയ ശേഷമായിരിക്കും പ്രോപ്പർ ഡയലോഗ്സ് എന്താന്നുള്ളത് പുള്ളിക്ക് കൺവിൻസ് ആയിട്ട് വരുന്ന സമയത്തായിരിക്കും അത് ഓക്കെ ടേക്ക് ആവുക. അങ്ങനെയുള്ള പുതിയ എക്സ്പീരിയൻസസ് എനിക്ക് ഇതിന്ന് കിട്ടിയായിരുന്നു. അതുപോലെ തന്നെയാണ് വേടന്റെ കാര്യവും നമ്മൾ അറിയുന്നത്. ഇന്ന പോലൊരു സോങ് വരുന്നു, അതിൽ വേടൻ റാപ്പ് എഴുതിയിട്ടുണ്ട്, വേടൻ പാടിയിട്ടുണ്ട്. അത് ആൽബം ഔട്ട് ആവുന്ന സമയത്ത് ഞാനും എൻ്റെ പ്രൊഫൈല് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക, ഞാനും DC ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ട്രെയിലർ വരുന്നു, ട്രെയിലറിൽ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് വേടൻ മെസ്സേജ് ഇടുന്നത്, നന്നായിരുന്നു, നമ്മൾ വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കാര്യം. അത് സന്തോഷം തോന്നുന്നു. നമുക്കും ഒരു കണക്ഷൻ ഉണ്ട്. സംഭവം നരിവേട്ടയിലെ വാടാ വേടാ സോങ് ചെയ്തത് ഡയറക്ഷനും അതേപോലെ കോൺസെപ്റ്റും ചെയ്തത് സിനിമാ പ്രാന്തന്റെ ഫൗണ്ടറായ സാജിദൊക്കെയാണ്. അപ്പൊ അതും വല്ലാത്തൊരു കോയിൻസിഡൻസ്. അതെ, നരിവേട്ട കഴിഞ്ഞിട്ട് നമ്മളതിന്റെ പ്രൊമോഷൻ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് വാടാ വേട എന്ന് പറഞ്ഞൊരു സോങ് നമുക്കുണ്ട്. അത് നമുക്ക് ഒരു ആൽബമായിട്ട് ചെയ്യണം, ഒരു പ്രൊമോ സോങ് ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വീണ്ടും അനുരാജ് ചേട്ടൻ വിളിക്കുന്നു. അപ്പൊ അനുരാജ് ചേട്ടൻ വിളിക്കുന്ന സമയത്ത് ബേസിക്കലി ഞാൻ ചിന്തിച്ചത് പുള്ളി തന്നെ ആയിരിക്കും ഇത് ഡയറക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ബട്ട് സ്റ്റുഡിയോയിൽ എത്തിയ ശേഷമാണ് മനസ്സിലാവുന്നത് ഇത് ഇക്കയാണ് ഡയറക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇക്കയുടെ ഒരു വലിയ ഫാനാണ്. ഇക്കയുടെ പ്രോജക്ട്സ് എല്ലാം ഞാൻ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ഇക്ക ഓൾറെഡി അഭിനയിച്ച സിനിമകളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇക്ക നമ്മുടെ കൂടെയുള്ള ഒരു ബ്രദറിനെ പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ആവുക. സോ ഇക്കയുടെ ഡയറക്ഷനിൽ നമ്മളൊരു പരിപാടി ചെയ്യുന്നു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ആ ഒരു 1 ഡേ
ഒരു 1 ഡേത്തെ ഷൂട്ടായിരുന്നു അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇക്ക ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ്. അത്രയും ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ആ നരിവേട്ട ക്യാരക്ടേഴ്സ് 1 ഡേ കൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. യെസ്, 1 ഡേ കൊണ്ട് രാവിലെ തുടങ്ങി വൈകുന്നേരം തീർത്തൊരു പരിപാടിയായിരുന്നു അത്. ആ പ്രൊജക്ട് അത്രയും ഹ്യൂജ് ആയിട്ട് ഒരു ഡയറക്ടർ ഹാൻഡിൽ ചെയ്തത് വേറെ, അതേ മൂഡോട് കൂടെ ആ ആൽബം അതേ ഫ്ലേവറോട് കൂടെ തരുക എന്ന് പറയുന്നത് ഒറ്റ ദിവസത്തെ ടൈം പീരീഡിൽ അത് എങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ക്രിയേറ്റർക്കേ അത് പറ്റത്തുള്ളൂ. അത് സോ ഇക്ക ഒന്നും പറയാനില്ല, അതിന്റെ അത്രയും ഹ്യൂജ് റെസ്പോൺസ് ആയിരുന്നു അതിന്. ഞാൻ അത് നിക്കയോട് ഈ ഒരു സ്ഥലത്ത് ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ നിക്കയോട് ഞാൻ അതിന് നന്ദി പറയുകയാണ്. ആ സോങ് ആ ഒരു സിനിമയിലെ ഒരു പ്രധാന പങ്കുവെച്ചൊരു പാട്ട് തന്നെയായിരുന്നു. ഈ സിനിമയിലേക്ക് DC-യിലേക്ക് വരികയാണെങ്കിൽ അനിരുദ്ധ് സാറിന്റെ BGMs, അനിരുദ്ധ് സാറിന്റെ സോങ്സ്, അത് എത്ര മാത്രമാണ് ഈ സിനിമയിൽ എലിവേറ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്തത്? നമുക്കും അറിയത്തില്ലായിരുന്നു. ഞാനും ഇതിന്റെ പ്രിവ്യൂ ഷോസോ അല്ലെങ്കിൽ നമ്മൾ ഡബിങ് ഔട്ട് കാണുന്ന സമയത്തോ ഒന്നും മ്യൂസിക് എങ്ങനെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത് എന്നുള്ളത് അറിയില്ല. ബട്ട് നമുക്ക് അറിയാവുന്ന ഒരു ഒറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിലെ മ്യൂസിക് വല്ലാത്തൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് മേജർ റോൾ പ്ലേ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റഷ് ഡയറക്ടർ കാണുന്നത് പുള്ളിയുടെ അടുത്തൊരു സ്പീക്കർ ഉണ്ട്. ആ സ്പീക്കറിൽ പുള്ളിക്ക് ഒരു റെഫറൻസ് മ്യൂസിക്സ് പുള്ളി കളക്ട് ചെയ്ത് വെച്ചിട്ട് ആ സീക്വൻസിന് ഈ റെഫറൻസ് മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ആവുമോ എന്നുള്ളത് അപ്പൊ തന്നെ സ്പോട്ടിൽ പുള്ളി കാണുകയും നമ്മളെ കാണിച്ചു തരികയും ഈ രീതിയിലായിരിക്കും ഇതിന്റെ ഒരു പടം പോകുന്നത്, അല്ലെങ്കിൽ ഈ സീനിന് ഇതായിരിക്കും, ഇങ്ങനത്തെ ഒരു മ്യൂസിക് ആയിരിക്കും വരുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ആകെ ഷോക്കായി പോയി. ഇത് തന്നെയാണോ അരുണ ഒറിജിനൽ മ്യൂസിക് എന്ന് ഞാൻ ചോദിച്ചു. ഇത് ഒറിജിനൽ മ്യൂസിക് ഇല്ലടാ, ഇതാണ് റെഫറൻസ് മ്യൂസിക്. അപ്പൊ ഈ ഒരു ടൈപ്പിലായിരിക്കും എന്ന് പുള്ളി പറയുണ്ടായി. അപ്പൊ ഞാൻ ആ റെഫറൻസ് മ്യൂസിക് തന്നെ കേട്ടിട്ട് ഇത് പടത്തിൽ വന്നു കഴിഞ്ഞാൽ പടം പൊളിക്കുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഈ രാഗ ഓഫ് റിവെഞ്ച് അതിന്റെ ആ റേഞ്ച് ഇങ്ങനെ കേറി പോകുമ്പോൾ ആ മ്യൂസിക് ഇങ്ങനെ കേറി പോകുന്നതും പിന്നെ ഷിഫ്റ്റ് ഉണ്ട്, അതായത് ഇമോഷൻ ഇങ്ങനെ കഴിഞ്ഞിട്ട് അത് റേഞ്ചിലേക്ക് പോകുന്ന ഒരു ഷിഫ്റ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അണി. അണിയുടെ കൂടെ കോയിൻസിഡൻസ് ആയിട്ട് മാസ്റ്റർ വർക്ക് ചെയ്യാൻ പറ്റി, വിക്രം വർക്ക് ചെയ്യാൻ പറ്റി, ഇപ്പൊ വീണ്ടും DC. ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടു പരിചയമൊന്നുമില്ല, ബട്ട് ഇല്ല ഇതുവരെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ഇത്രയും പ്രൊജക്ട്സ് വർക്ക് ചെയ്തിട്ട് നമ്മൾ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഒരു സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അണിയുടെ സ്ക്രീനിൽ അളി നമ്മുടെ മുഖം കണ്ടുകൊണ്ടിട്ടാണല്ലോ ഇവിടെ കമ്പോസ് ചെയ്യുന്നത് എന്നുള്ളൊരു സമാധാനം നമുക്കുണ്ട്. അത് മതി എന്നുള്ളൊരു ഇതുണ്ട്. ബട്ട് ഏതെങ്കിലും ഒരു ദിവസം പുള്ളിനെയും കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് അരുൺ സാർ ഒരു നല്ല ക്രാഫ്റ്റ്മാൻ ആണ്. സോ അപ്പൊ തന്നെ നമുക്ക് അറിയായിരുന്നു ഇതിന്റെ ഒരു മ്യൂസിക്കിന്റെ പരിപാടികളൊക്കെ. ബട്ട് പടം റിലീസായ ശേഷം എല്ലാവരും കൂടെ ഇരുന്ന് ആ ഒരു എലിവേഷൻ കേൾക്കുന്ന സമയത്ത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി. ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഗൈ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സിനിമയെ എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളത് നേരിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ, അത് തോന്നി. ഓക്കെ, അപ്പൊ DC-ക്ക് മുമ്പ് നരിവേട്ട സിനിമയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അടിയാർ താമി ദ ലീഡർ അല്ലെ, അപ്പം അത്രയും ഇമോഷണലി മെന്റലി ഫിസിക്കലി ഒക്കെ അത്രയും ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അടിയാർ താമി. അപ്പം എങ്ങനെയാണ് നരിവേട്ട എന്ന് പറഞ്ഞ സിനിമയിലേക്ക് പ്ലേസ് ചെയ്യപ്പെട്ടത്? അടിയാർ താമിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അടിയാർ താമിയെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഇതുപോലെ തന്നെ എല്ലാ പ്രോജക്ട്സിലും എങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതിന് മറുപടി പറയാൻ എനിക്ക് എപ്പോഴും ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. കാരണം നമ്മൾ ഓരോ പ്രോജക്റ്റും നമ്മൾ തപ്പി പോകുന്നതാ. നമ്മൾ അതിലേക്കുള്ള പുഷ് കൊടുത്ത് നമുക്ക് ആ പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് മാനിഫെസ്റ്റേറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ ഒരു പ്രോസസ്സ് ഉണ്ടാവുമല്ലോ ഒരു സിനിമയിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിലേക്ക് എത്താൻ. അതുപോലെ ഓരോ പ്രോജക്റ്റും എനിക്ക് വന്നത് ഓരോ പ്രോസസ്സ് വഴിയാണ്. ഇപ്പൊ ഇതിന് മുമ്പ് നരിവേട്ടയ്ക്ക് മുമ്പ് ഞാനൊരു മലയാളം മൂവി വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് എന്റെ ഫസ്റ്റ് മലയാളം മൂവി, ധ്യാൻ ചേട്ടൻ്റെ ഒപ്പം സൂപ്പർ സിന്ദഗി എന്ന് പറഞ്ഞ പടം. അപ്പൊ അതിലും ഒരു മെയിൻ ഇമ്പോർട്ടന്റ് മേജർ റോളാണ് ഞാൻ പ്ലേ ചെയ്തത്. ശരി, അത് കണ്ടിട്ട് എന്നെ ആരെങ്കിലും വിളിക്കും അല്ലെങ്കിൽ നമുക്കൊരു നല്ല ഓപ്പണിംഗ് ആയിരിക്കും. എല്ലാ സിനിമ നമ്മൾ ചെയ്യുമ്പോഴും ഇത് ഹ്യൂജ് സക്സസ് ആകണം എന്ന് വിചാരിച്ചാൽ ചെയ്യാം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. പക്ഷെ അത് ഞാൻ എന്തിനാ ചെയ്തത് എന്നുള്ളത് എനിക്ക് നരിവേട്ട കിട്ടിയ ശേഷം മനസ്സിലായത്. കാരണം ഞാൻ അത് ചെയ്ത കാരണമാണ് അങ്ങനെ ഒരു പ്രൊഫൈൽ എനിക്ക് ചെയ്യാൻ പറ്റിയത്. കാരണം ഞാൻ ആ പ്രൊഫൈൽ ചെയ്തതിലാണ് ഇതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടറായ വിവേകേട്ടന് താമിയുടെ ഫേസ് കിട്ടിയത്. സൂപ്പർ സിന്ദഗിയിൽ ഞാൻ ആ ക്യാരക്ടർ ചെയ്തത് കൊണ്ടാണ് താമിയുടെ ഫേസ് ഓക്കെ താമി ഇത് ആപ്റ്റ് ആയിരിക്കും എന്ന് ഇവർക്ക് തോന്നാൻ കാരണം. അത് തോന്നിപ്പിച്ചത് ഞാനാ. കാരണം നരിവേട്ടയുടെ ഫസ്റ്റ് ലുക്ക് വരുന്ന സമയത്ത് ഞാൻ അവർക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടീം എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് ഇട്ടപ്പോഴാണ് എന്റെ പ്രൊഫൈലിലേക്ക് കയറി നോക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് അവർ പറയുന്നത് ഞങ്ങൾ ഒരുപാട് ദിവസത്തെ ഒരു സെർച്ചിങ്ങിലായിരുന്നു ഇതുപോലെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അപ്പോൾ ടൊവിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്, നിങ്ങൾ ഏതായാലും കയറി വരൂ, നമുക്കൊന്ന് ഓഡിഷൻ ചെയ്ത് നോക്കാം. അങ്ങനെയാണ് നരിവേട്ടയുടെ താമിയും അതിൻ്റെ ഒരു സ്റ്റാർട്ടും ഉണ്ടാകുന്നത്. പിന്നെ ഞങ്ങൾ പോയി ഓഡിഷൻ ഡിസ്കഷൻസ്,
പിന്നെ ക്യാരക്ടറിലേക്ക് പോകുന്നു, പിന്നെ ഷൂട്ടിങ്ങിലേക്ക് പോകുന്നു. അങ്ങനെ നരിവേട്ട എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ഹ്യൂജ് സക്സസ് ആയി. അതിന് ആക്ച്വലി അനുരാജ് ചേട്ടനും വിവേകേട്ടനും തന്നെയാണ് ഇപ്പോഴും ഞാൻ നന്ദി രേഖപ്പെടുത്തിയത്. ഇപ്പം അനുരാജ് ചേട്ടന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ആളുടെ ഒരു വിഷൻ എങ്ങനെയായിരുന്നു ചേട്ടൻ അത് എക്സിക്യൂട്ട് ചെയ്തത്? അനുരാജ് ചേട്ടന്റെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം. പുള്ളിക്ക് സമൂഹത്തോട് ഭയങ്കര കെയറിങ് ആൻഡ് ലവ് ആണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങള് ചില മനുഷ്യർ വിചാരിക്കുമല്ലോ, നമ്മളെന്തിനാ ആ കാര്യത്തെ കുറിച്ച് അറിയേണ്ട ആവശ്യം, അത് നമ്മുടെ തലയിൽ വരുന്ന പ്രശ്നങ്ങളല്ലല്ലോ എന്ന് വിചാരിച്ച് തട്ടിപ്പോകുന്ന കാര്യങ്ങളടക്കം അത് എന്തുകൊണ്ട് നമ്മൾ അറിഞ്ഞുകൂടാ എന്ന് വിചാരിക്കുന്ന ഒരു പ്ലോട്ട് എടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അനുരാജ് ചേട്ടൻ. അതുപോലെ തന്നെയാണ് നമ്മൾ ഇഷ്ക് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇഷ്ക് എന്ത് പ്ലോട്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, നമ്മുടെ അടുത്ത് നടന്ന സംഭവമായിരിക്കാം മേ ബി. അതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ അടുത്ത് നടന്നിട്ടുണ്ടാകും, നമ്മളത് കണ്ടിട്ട് കാണാത്ത പോലെ പോയിട്ടുണ്ടാവും. അതുപോലെ ആൾക്കാരിലേക്ക് എന്ത് സാധനം എത്തിക്കണോ ആ സാധനം കറക്റ്റായിട്ട് എത്തിക്കുന്ന ഒരു ഡയറക്ടറാണ് അനുരാജ് ചേട്ടൻ. സോ പുള്ളിയെ പോലുള്ള ഒരു ഡയറക്ടർ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. നരിവേട്ട കിട്ടിയ ശേഷം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അത് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്, തെറ്റായിട്ട് അത് കൺവേ ആയി പോകരുത് എന്നുള്ളതിൽ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. അതുകൊണ്ട് ശരിക്കും അനുരാജ് ചേട്ടനെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ പോയി ചോദിച്ചിട്ട്. അത്രത്തോളം ഞാൻ ആ ക്യാരക്ടറിനെ കുറിച്ച് ചോദിക്കാനും അതിന്റെ റൈറ്റർ അഭിൻ ചേട്ടനും കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് താമി എന്താന്നുള്ളതും ആ സമരത്തെ കുറിച്ച് ഓൾറെഡി നമുക്ക് അറിയാം. പിന്നെ ഇവരുടെ വേദന എങ്ങനെയാ, ലേണിംഗ് പ്രോസസ് എങ്ങനെയായിരുന്നു? ലേണിംഗ് പ്രോസസ് അതാണ്, അവര് നമുക്ക് പറഞ്ഞു തരും ഇതാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു സ്ട്രക്ചർ നമുക്ക് തരും. പിന്നെ നമ്മളെ ക്യാമറയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വിടുന്ന സമയത്ത് ടോട്ടൽ ഫ്രീഡം ആയിരിക്കും. നമ്മുടെ ഒരു ലോക്ക് അങ്ങോട്ട് റിലീസ് ചെയ്ത് വിടുക എന്ന് പറയില്ലേ, എല്ലാം നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ബാക്കിയുള്ളത് നിന്റെ കയ്യിലാന്നുള്ള ഒരു മൂഡിലാണ് നമ്മളെ ഫ്രെയിമിലേക്ക് വിടുക. ഫ്രെയിമിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് സുരാജ് ഏട്ടൻ, ചേരൻ സാറ്, ടൊവി, ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റാ. അപ്പൊ അവരൊക്കെ ഓൾറെഡി വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആയത് കാരണം നമുക്ക് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അവര് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതിന്റെ റിവേഴ്സ് പ്രോസസ് ആണ് ഞാൻ അവിടെ ചെയ്തത്. അവര് നമുക്ക് തരുന്ന സാധനത്തിനെ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യുക, എടുത്ത് തിരിച്ചു കൊടുക്കുക എന്ന് പറയില്ലേ. അപ്പൊ ശരിക്കും ടൊവി അവിടെ വർഗീസ് പീറ്റർ ആയിട്ട് എന്നെ നോക്കി ഇങ്ങനെ, നിന്നെ ഞാൻ കൊല്ലാതെ വിടില്ല എന്നുള്ളൊരു മൂഡിൽ നമ്മൾ നോക്കുന്ന സമയത്ത് തിരിച്ച് നീ എന്നെ കൊല്ലാനായോ എന്നുള്ളൊരു സാധനം നമുക്ക് വരുമല്ലോ. ആ ഒരു എനർജിയും സാധനവും ആ ഒരു ഓറയും എല്ലാം കൂടെ വർക്ക് ചെയ്യാൻ വിട്ടിട്ട് അതിന്റെ ഔട്ട് എടുക്കലാണ് അനുരാജ് ചേട്ടന്റെ മെയിൻ പരിപാടി. അപ്പൊ അങ്ങനത്തെ ഒരു ഡയറക്ടറാണ് അനുരാജ് ചേട്ടൻ. അതേപോലെ തന്നെ ലാംഗ്വേജ് ഒക്കെ പഠിക്കാൻ അങ്ങനെയുള്ള പ്രോസസ്സ് കുറച്ചുണ്ടായിരുന്നു. ബാക്ക് ഡ്രോപ്പില് എന്റെ കൂടെ അഭിനയിച്ച പട്ടിക്കുട്ടി ഉണ്ടല്ലോ, അതിനെ ട്രെയിൻ ചെയ്യുക. പിന്നെ ഇവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ലാംഗ്വേജ്, അതായത് ഇവരുടെ ലാംഗ്വേജിൽ ഒരു കുഞ്ഞു വാക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാലും അതിന്റെ അർത്ഥം മാറും. നമ്മൾ നോർമലി സംസാരിക്കുന്ന മലയാളം അല്ല. അപ്പോ വാഞ്ചു, പോഞ്ചു, ഏഞ്ചെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വരൂ പോകൂ എന്തേ എന്നൊക്കെ ചോദിക്കുന്നതാണ്. പക്ഷെ നമുക്ക് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഏഞ്ചെ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താന്ന് തന്നെ അറിയില്ല. അപ്പൊ അതിന്റെ ആ ഒരു വേർഡ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അവിടെ പ്രസാദ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉള്ള ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഹെൽപ്പ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആവണം, ഇത് ഒരു തെറ്റുപാടും കൂടാതെ ഇത് എത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. ഓക്കെ, അതുപോലെ അടിയാർ താമീന്റെ ഒരു ക്യാരക്ടർ ലെവൽ ഒരു പീക്നെസ് ഒരു മൊമെന്റ് ഉണ്ട്, ഒരു ബസ്സിത്തെ ഒരു സീന്. എനിക്ക് തോന്നുന്നു ഇമോഷണലി ആയിക്കോട്ടെ, മെന്റലി ആയിക്കോട്ടെ, ഫിസിക്കലിയും കൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോളായിരുന്നു തോന്നുന്നത്. കാരണം ആ ടൊവീനെ ഇങ്ങനെ നോക്കുന്ന ഒരു സീൻ ഉണ്ട്. അപ്പം പറയുമ്പോ ഗൂസ്ബംസ് വരും, നമുക്ക് ആ കണ്ണിൽ കൂടെ കാണാം ആ ആക്ടിങ് എന്തുമാത്രം ഷാർപ്പായിരുന്നു എന്നുള്ള സംഭവം. അത് എത്രമാത്രം ചലഞ്ചിങ് ആയിരുന്നു ആ ഒരു സീൻ ഷൂട്ട് ചെയ്യാനായിട്ടും ചേട്ടനും പേഴ്സണലി എത്ര ചലഞ്ചിങ് ആയിരുന്നു അത്? ആ സീന് എടുക്കുന്നതിന് ഒരു 3-4 ദിവസം മുമ്പ് തൊട്ട് തന്നെ സെറ്റിൽ പറയലുണ്ടായി. ഇടിവണ്ടി സീനാണ്, ഇടിവണ്ടി എന്നാണ് മെയിനായിട്ട് ആ സീനിനെ, ആ ബസ്സിനെ പറയാ. അപ്പൊ ഇടിവണ്ടി ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സെറ്റിൽ ഇടയിലിടയിൽ. എന്താണ് ഈ ഇടിവണ്ടി എന്നുള്ളത് എനിക്ക് സംഭവം പിടികിട്ടില്ല. അപ്പൊ ഇടിവണ്ടിയാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം ഞാൻ ആ ഇടിവണ്ടി നേരിട്ട് പോയി കാണാണ് ഷൂട്ട് ചെയ്യണതിന് മുമ്പ്. അതിനകത്ത് കാറ്റ് കയറത്തില്ല, അതിനകത്ത് നമ്മൾ ഷൂട്ടിങ്ങിന്റെ കൺവിൻസിങ് ആയിട്ടുള്ള ലൈറ്റ്സ് വെക്കണം, അത്രയും ടെക്നീഷ്യൻസ് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യണം. ഭയങ്കര ഹ്യൂമിഡിറ്റിയും ഭയങ്കര ചൂടും, നമുക്ക് ഒന്ന് ശ്വാസം വിടാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു ആംബിയൻസ് ആണ് ആ ഒരു കുഞ്ഞു ബസ്സിനകത്ത്. അതിനകത്ത് നിന്നുകൊണ്ട് ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സീന് പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഫിസിക്കലി ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യമായിരുന്നു. കാരണം മെന്റലി നമ്മൾ അത് എടുക്കണം, കാരണം അത് എടുത്തു കഴിഞ്ഞാലേ ആ ക്യാരക്ടർ അവിടെ വർക്ക്ഔട്ട് ആവത്തുള്ളൂ. നമ്മൾ മെന്റലി അത് എടുത്തു കഴിഞ്ഞാലേ അത് നമുക്ക് മുഖം വഴി, ഫേസിൽ എക്സ്പ്രഷൻസ് വഴി നമുക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റുള്ളൂ. ബട്ട് ഫിസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാല് ചില സമയത്തൊന്നും അത് ഹാങ് ചെയ്യണത് നമുക്ക് റോപ്പിംഗ് ഒന്നുമില്ല, നമുക്കത് ഹാൻഡ് കഫിൽ തന്നെ ഹാങ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്.
പിന്നെ അടിക്കുന്ന ഡമ്മി വടിയാണെന്നുണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമുക്ക് പാഡിലല്ലാതെ മുതുകത്ത് കൊണ്ട സാഹചര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് മറികടന്ന് വരുന്നതിന് കാരണം അവിടെ അത്രയും വലിയ വലിയ ആർട്ടിസ്റ്റ് നിന്ന് പെർഫോം ചെയ്യണോണ്ടാണ്. കാരണം ചേരൻ സാറും ടൊവിയൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മളത് ലാഗ് അടിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു തെറ്റ് വരാൻ പാടില്ല എന്നുള്ളതിലും ഞാൻ കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. പിന്നെ ടൊവിയും ചേരൻ സാറും നമുക്ക് അവിടെ തന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലിയ സപ്പോർട്ടാണ്. കാരണം അങ്ങനെ ഏതെങ്കിലും ഒരു പുതുമുഖ നടന് അവരങ്ങനെ സപ്പോർട്ട് ചെയ്യുമോ ചോദിച്ചു കഴിഞ്ഞാൽ, വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റ് ചെയ്യുമോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഇവര് പറഞ്ഞത് എൻ്റെ ഒരു സ്ട്രഗിളിങ് കണ്ടിട്ട് അവനൊന്ന് അഴിച്ചു വിടുക, ഒരു 2 സെക്കൻഡ് അവന് ഇച്ചിരി വെള്ളം കൊടുക്ക്, നീ ഒന്ന് പുറത്ത് പോയി കാറ്റ് കൊണ്ടിട്ട് വാ എന്നുള്ള രീതിക്ക് അവർ പറയുന്ന സമയത്താണ് ഓക്കെ സാർ ഞാൻ ഓക്കെയാണ്, നമുക്കിത് ചെയ്യാം എന്ന് പറയുന്നത്. വീണ്ടും നമുക്ക് അകത്തുനിന്ന് ഒരു സാധനം വരുമല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ സ്ട്രഗിൾ ചെയ്ത് എടുത്തൊരു സീനാണ് ആ ഇടിവണ്ടി സീൻ. അതിപ്പോഴും ഓർക്കുന്ന സമയത്ത് ഒരു ഇരുട്ടും ആ ഒരു പേടിയും ഒക്കെ എനിക്ക് വരാറുണ്ട്. അത്രയും സ്ട്രഗിൾ ചെയ്തെടുത്തത്. അതുപോലെ വേറൊരു സീൻ ഉണ്ട്, ഒരു മരത്തിലേക്ക് ഇങ്ങനെ കേറുന്ന ഒരു സീന്. അതെങ്ങനെയാ ഷൂട്ട് ചെയ്തത്? റിയൽ? അതെ, റിയൽ മരമായിരുന്നു. അതും ഇതുപോലെ തന്നെയാണ്. എന്റെ ഫസ്റ്റ് ചലഞ്ചിങ് ആയിരുന്നില്ലേ അത്? നല്ല ചലഞ്ചിങ് ആയിരുന്നു, നല്ല പേടിയായിരുന്നു. എനിക്ക് പൊതുവെ ഹൈറ്റ് പേടിയാ. പക്ഷെ അത് ഏകദേശം ഒരു 50-60 ആ ഒരു പരിസരത്ത് തന്നെ ഏറ്റവും ടോപ്പിലുള്ള ഒരു മരമാണ് അവർ ഷൂട്ട് ചെയ്തത്. കാരണം ജിബ് മേലെ പോകണം, ഡ്രോൺ ഷോട്ട് കാണിക്കുന്ന സമയത്ത് അതിന്റെ ഹൈറ്റ് എത്രയാന്നുള്ളത് കാണിക്കണം, ആ ഒരു ഏരിയ ഫുള്ള് കിട്ടണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഡയറക്ടർ നല്ല ഹൈറ്റുള്ള മരം തന്നെ നോക്കി അതിന്റെ ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയിട്ടാണ് അതിന്റെ ഹണി കോംബ് സെറ്റ് ചെയ്തത്. അപ്പോ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ക്ലോസപ്പ് ഷോട്ട്സ് എടുത്തിട്ട് എന്നെ വിട്ടു. സെക്കൻഡ് ഡേ ഓഫ് ഷൂട്ട് ഇങ്ങനെ ഒരു മരമാണ് ഷൂട്ട് ചെയ്യാൻ പോകണമെന്നുള്ളത് അറിഞ്ഞപ്പോൾ ഞാൻ ലൊക്കേഷനിൽ പോയി ആ മരം ഇങ്ങനെ നോക്കുന്ന സമയത്ത് തീരുന്നില്ല, മരം മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പേടിയാണെന്നുള്ളത് നമുക്ക് അവിടെ പറയാൻ പറ്റത്തില്ല. ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത് തുടങ്ങിയത്. അതിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയി നിന്നത് അഷ്റഫ് ഗുരുക്കൾ എന്ന് പറഞ്ഞ മാസ്റ്ററാണ്. പുള്ളിയാണ് റോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയത്. നമ്മൾ അത്രയും ഹൈറ്റിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനെ സേഫ്റ്റി ആയിട്ട് ആ ഷോട്ട്സ് എല്ലാം എടുക്കാൻ തന്നെ ഒരു 3-4 മണിക്കൂർ മുകളിൽ പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് നമ്മളെ തിരിച്ച് താഴെ എത്തിക്കുന്നവരെ സേഫായിട്ട് നോക്കിയത് അതിന്റെ മാസ്റ്റർ തന്നെയാണ്. സോ ഇപ്പോഴും ഞാൻ മാസ്റ്റർ ഓർക്കുന്നു, ആ ടീമിന് ഞാൻ നന്ദി പറയുന്നു. അപ്പം ഈ നരിവേട്ട പോലുള്ള ഒരു സിനിമയില് അടിയാർ താമി, അതുപോലെ DC-യില് സെബാസ്റ്റ്യൻ, ഇങ്ങനത്തെ ഭയങ്കര ശക്തമായ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഇതിന്റെ ബാക്കിൽ വരുന്ന ഹോം വർക്ക് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ക്യാരക്ടറിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്? നമുക്ക് ഓരോ ക്യാരക്ടേഴ്സ് കിട്ടുന്ന സമയത്തും ഒരു നല്ല ക്യാരക്ടറാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ടറുടെ സൈഡിൽ നിന്ന് കുറച്ച് ഇൻപുട്സ് ഡയറക്ടർ തരും. ഈ ക്യാരക്ടറുടെ ബാക്ക്ഡ്രോപ്പ് എന്താണ്, ആ ക്യാരക്ടർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ ക്യാരക്ടർ എവിടെ നിന്നായിരുന്നു വന്നത്, അവനൊരു ബോഡി ലാംഗ്വേജ് ഉണ്ടാവും, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ അവർ പറയും. ഞാനും കുറച്ച് ഗ്യാദർ ചെയ്യും. അയാൾ എവിടെ നിന്ന് വന്നു, അയാൾക്ക് ഇതിനു മുമ്പ് എന്തായിരുന്നു, അയാളുടെ ഫാമിലി എന്താ, അയാളും നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ആ ക്യാരക്ടറും തമ്മിലുള്ള ബന്ധം എന്താ, അങ്ങനെ ഞാനും കുറച്ച് ചെയ്യാറുണ്ട്, റിസർച്ച് ചെയ്യാറുണ്ട്. അപ്പോ താമിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മുത്തങ്ങ സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് ആ സ്ക്രിപ്റ്റ് പോകുന്നത്. സോ താമിക്ക് ഞാൻ ഹോംവർക്ക് ചെയ്തത് അവരുടെ ലാംഗ്വേജും അവരുടെ ബോഡി ലാംഗ്വേജ്, അവർ തോർത്ത് കെട്ടുന്ന വിധം, അവർ വെറ്റില മുറുക്കുന്ന വിധം, അങ്ങനെയുള്ള അവരുടെ ഇടയിൽ തന്നെ എന്നെ കൊണ്ട് ഇട്ട കാരണം എനിക്കത് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. അവർ ഒബ്സർവ് ചെയ്താൽ മതിയായിരുന്നു. സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്ച്വലി DC-യിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ തികച്ചും യാദൃശികമാണ്. അത് എഴുതി വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് എത്രത്തോളം നമുക്ക് വന്ന് റിസർച്ച് ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിയില്ല. സോ ഇതില് സെബാസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ഞാനത് വർക്ക്ഔട്ട് ചെയ്തെടുത്തത് ദാസും സെബാസ്റ്റ്യനും തമ്മിലുള്ള ഒരു ബ്രദർഹുഡ് റിലേഷൻഷിപ്പ് തന്നെയാണ് അതിന് മെയിൻ ആയിട്ട് കാരണം. ഇവര് തമ്മിലുള്ള ഒരു ബോണ്ട് തന്നെയാണ് ആ ക്യാരക്ടർ അത്രയും പോപ്പ് ചെയ്ത് വർക്ക് ചെയ്യാൻ കാരണം. ആൻഡ് സെബാസ്റ്റ്യന് ഞാൻ വലിയതായിട്ട് ഹോംവർക്കും ചെയ്തിട്ടില്ല. കാരണം ലോകേഷ് സാറുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ ആയത് കാരണം മേ ബി എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടുണ്ടാവില്ല. റോൾ ക്യാമറ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റോൾ ക്യാമറ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ദാസായിട്ടും കാണാൻ പറ്റും, പുള്ളിക്കാരൻ തന്നെ സെബാസ്റ്റ്യനായിട്ടും കാണാൻ പറ്റി എന്നുള്ളൊരു ഇതാണ് അതിൽ വർക്ക്ഔട്ട് ആയത്. ഓക്കെ, അപ്പം മലയാളം ഇൻഡസ്ട്രിയിലും തമിഴ് ഇൻഡസ്ട്രിയിലും ഇതുപോലെ ഒരു ഹിറ്റ് പടങ്ങൾ ചെയ്തു. എങ്ങനെയാണ് തമിഴ് ഇൻഡസ്ട്രി ചേട്ടനെ ട്രീറ്റ് ചെയ്യുന്നതും മലയാളം ഇൻഡസ്ട്രി ട്രീറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ്? രണ്ട് ഇൻഡസ്ട്രിക്കും വലിയ വ്യത്യാസമൊന്നുമില്ല, ട്രീറ്റ്മെന്റ് എല്ലാം സെയിം തന്നെയാണ്. ഇപ്പോൾ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞ ശേഷം ഒരു നല്ലൊരു രജിസ്റ്റർ ആയ ഒരു ആർട്ടിസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്നതും എന്തായാലും വളർന്നു വരുന്ന ഒരു ആർട്ടിസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്നതും വേറെ രീതിയിലായിരിക്കാം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇത് തന്നെയാണ്. ഇതില് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ലാംഗ്വേജിന്റെ ഒരു മെയിൻ പ്രശ്നമുണ്ട്. കാരണം നമുക്ക് സ്ക്രിപ്റ്റ് കിട്ടുന്നത് തമിഴിലായിരിക്കും. തമിഴില് സപ്പോസ് നമുക്ക് വായിക്കാൻ അറിഞ്ഞില്ലെങ്കിലോ എഴുതാൻ അറിഞ്ഞില്ലെങ്കിലോ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും.
ആ സമയത്ത് ഒരാളെ നമ്മൾ തപ്പി നടക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്കൊരു അസിസ്റ്റന്റിന് വെക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഒന്നും നമുക്ക് ഉണ്ടാവില്ല. സോ ലാംഗ്വേജ് ഒരു മെയിൻ ഇഷ്യൂ ആണ്. തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്തെങ്കിലും? തമിഴ് ഞാൻ എനിക്ക് വരുന്നത് തമിഴ് സിനിമകളാന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ തമിഴ് സംസാരിക്കാൻ അറിയായിരുന്നു, ബട്ട് എനിക്ക് വായിക്കാനും എഴുതാനൊന്നും അറിയില്ലായിരുന്നു. ഞാനത് പഠിച്ചു. കാരണം കിട്ടുന്ന സ്ക്രിപ്റ്റ് തമിഴിലായത് കാരണവും പിന്നെ എനിക്ക് ആ സ്ക്രിപ്റ്റ് കറക്ഷൻ ചെയ്ത് എഴുതാനാണെങ്കിലും എനിക്ക് തമിഴ് അറിഞ്ഞേ പറ്റൂ. അപ്പൊ ഞാൻ അതിനു വേണ്ടി ഞാൻ അത് രണ്ടും പഠിച്ചു. ഈ ലാംഗ്വേജസിന്റെ ഒരു പ്രശ്നങ്ങൾ മാത്രമേ വലുതായിട്ട് കാണുന്നുള്ളൂ. ബാക്കിയുള്ള വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. അത് നോർമൽ, എല്ലാ സ്ഥലത്തും എല്ലാ ഫീൽഡിലും കാണുന്ന പോലത്തെ കുഞ്ഞു കുഞ്ഞു ഡിഫറൻസസ് ഒക്കെ ഉള്ളൂ. അത് നോർമലാണ്. ഓക്കെ. ഇപ്പൊ മലയാളം സിനിമയിലേക്ക് വരികയാണെങ്കിൽ മലയാള സിനിമയിലെ ആക്ടർ പ്രണവിനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? നരവേട്ടനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല, എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു പോയിന്റിലേക്ക് വരുന്നില്ല. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആരാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു പ്രൊഫൈൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞ ശേഷവും നമ്മൾ ആരാന്നുള്ളത് അറിയാതിരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നമ്മളെ പേഴ്സണലി നമുക്ക് കുറച്ച് എഫക്ട് ചെയ്യും. കാരണം നമ്മൾ ഒരുപാട് വിശ്വസിച്ച് ഒരു പ്രൊജക്ട് വർക്ക് ചെയ്യുന്നു. ആ പ്രൊജക്ട് നല്ല രീതിക്ക് ഇപ്പോൾ അതിന് മുമ്പ് വർക്ക് ചെയ്ത പ്രൊജക്ട് ആരും അറിഞ്ഞില്ല. അത് നമ്മൾ ആരുടെ അടുത്തും കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു പ്രൊജക്ട് ആയിരുന്നു. അപ്പോൾ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യും? ഇനി ഒരു നല്ല പ്രൊജക്ട് തപ്പി പോകും. ഒരു നല്ല പ്രൊജക്ട് കിട്ടിയ ശേഷവും നമ്മൾ ആരാന്നുള്ളത് ഒരാളോട് പോയി പറയുക എന്നുള്ളത് ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബട്ട് അതൊരു പാർട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നമ്മുടെ സ്ട്രഗിളിങ്ങിന്റെ ഒരു പാർട്ടായിട്ട് ഞാനത് ഉൾക്കൊള്ളുന്നു. കാരണം അത് ഞാൻ ഫീൽ ചെയ്തു. നരിവേട്ട പോലൊരു സാധനം ചെയ്തിട്ടും എനിക്കൊരു എല്ലാവരും വിളിച്ച് ഇതിൽ ഡിഫറൻഷിയേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിളിച്ചിട്ട് പ്രണവ് നല്ല പെർഫോമൻസ് ആയിരുന്നു, ഇനി നല്ല സിനിമകൾ കിട്ടട്ടെ എന്ന് പറയാൻ അറിയുന്നവർക്ക് ഞാൻ ആരാന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. ബട്ട് എന്തുകൊണ്ട് ഒരു പ്രൊജക്ട് വരുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കും ഇനി എന്റെ സൈഡിൽ നിന്നുള്ള ഫോൾട്ടാണോ, ഇല്ല ഞാൻ ആദ്യമായിട്ട് ചെയ്ത ക്യാരക്ടർ ഇതുപോലെയുള്ള ക്യാരക്ടർ ആയത് കാരണമാണോ, ഇല്ല ഞാൻ മലയാളിയാന്നുള്ളത് ആർക്കും അറിഞ്ഞില്ലേ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്റെ ഉള്ളിൽ തന്നെ റേസ് ചെയ്തു. അത് ആ ഡൗട്ട് ഉണ്ടായിരുന്നു തോന്നുന്നു. ലൈക്ക് ഇങ്ങനെ തമിഴ് സിനിമ ചെയ്തു വരുമ്പോഴേ ഈ പുള്ളി മലയാളി തന്നെയാണോ, അങ്ങനത്തെ ഡൗട്ട്സ് ഉണ്ടായിട്ടുണ്ട്. അതെ, അതുപോലെ ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ട്. പക്ഷെ സിനിമ ഇൻഡസ്ട്രിയിലും ആ ഡൗട്ട്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നേരിട്ട് അറിയില്ലല്ലോ. അപ്പൊ ഞാനത് എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അത് കഴിഞ്ഞ ഇപ്പോ DC പോലെ ഒരു തമിഴ് പ്രൊജക്ട് വീണ്ടും കിട്ടുന്നു. മലയാളത്തിൽ നിന്ന് ഒരു പ്രൊജക്റ്റും വന്നില്ല. ഞാൻ വീണ്ടും തമിഴിലേക്ക് പോയി, വീണ്ടും തമിഴിൽ അത് സാധനം ചെയ്തു. അത് ഹിറ്റായ ശേഷം നമ്മൾ കൊടുക്കുന്ന ഇന്റർവ്യൂസിലും നമ്മളെ കണ്ടിട്ട് വീണ്ടും നിങ്ങൾ നരിവേട്ടയിൽ ചെയ്ത ആളല്ലേ, ഇപ്പൊ DC ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്, നിങ്ങൾ നാട്ടിലെവിടെയാ, മലയാളിയാണോ എന്ന് വീണ്ടും ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യുന്ന സമയത്ത് അവിടെ എനിക്ക് പറയേണ്ട ബാധ്യതയുണ്ട്. ഞാൻ മലയാളിയാണ്, ഞാൻ ഇതുപോലെ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുന്നതും. കുറച്ചു പേരെങ്കിലും ഓക്കെ അയാളൊരു ആർട്ടിസ്റ്റ് ആണ്, അയാളൊരു മലയാളിയാണ്, നല്ല പൊട്ടൻഷ്യൽ ഉള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നും കുറച്ച് കഥാപാത്രങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നും ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്നുള്ളതിൽ എനിക്ക് ഇച്ചിരി സന്തോഷമുണ്ട്. ഇനി നല്ല നല്ല മലയാളം പ്രൊജക്ട്സ് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡയറക്ടേഴ്സിനും ഞാൻ പറയുന്നു, നല്ല ഡയറക്ടേഴ്സ് എല്ലാവരും വിളിക്കട്ടെ എന്ന് ഞാൻ. മലയാളി നമ്മളും പ്രൗഡാണ്. കാരണം ഇങ്ങനൊരു മലയാളി പ്രസൻസ് തമിഴിൽ പോയിട്ട് മാസ്റ്റർ ചെയ്യുന്നു, വിക്രം ചെയ്യുന്നു. അപ്പൊ ഇതുപോലെ വലിയ വലിയ സിനിമകളുടെ ഭാഗമാകാൻ പറ്റുക എന്നുള്ളത് ചെറിയ കാര്യമല്ല, വളരെ വലിയ കാര്യമാണ്. ആസ് എ ബിഗിനർ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പം ഇനിയും ഒരുപാട് നല്ല സിനിമകൾ സംഭവിക്കട്ടെ. എന്തൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന പ്രൊജക്ട്സ്? എന്തൊക്കെയാണ്? ഞാനങ്ങനെ ഒരു പ്രൊജക്ട് കഴിഞ്ഞു അടുത്ത പ്രൊജക്റ്റിലേക്ക് എടുത്ത് ചാടാറില്ല. ഞാൻ കുറച്ച് ഡയറക്ടേഴ്സിനെ നമ്മുടെ സർക്കിളിൽ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പോ മലയാളത്തിലാണെങ്കിൽ എനിക്ക് ലിജോ സാറിന് ഭയങ്കര ഇഷ്ടമാണ്, ടിനുശേറിന് ഭയങ്കര ഇഷ്ടമാണ്, ഖാലിദിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് വിരലിലുണ്ടാവുന്ന കുറച്ച് ഡയറക്ടേഴ്സ് ആണ് എന്റെ ചെസ് ബോർഡിൽ ഉണ്ടാവുക. അപ്പൊ ഞാൻ ആദ്യം അവരെയാണ് ഫോക്കസ് ചെയ്യുക. അപ്പൊ അവരിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ള ഒരു ട്രാവലിന്റെ ഇടയിൽ നമുക്ക് മേ ബി നല്ല പ്രൊജക്ട്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ആ കിട്ടുന്ന ക്യാരക്ടർ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതുപോലെ അടുത്ത പ്രൊജക്ട് ഇപ്പൊ DC നരിവേട്ട കഴിഞ്ഞ് എനിക്ക് പ്രൊജക്ട് കോള് ഓട്ടോമാറ്റിക്കലി വന്നതല്ല, ഞാൻ തന്നെ പുഷ് ചെയ്ത് കൊടുത്തതാണ്. ഞാൻ നരിവേട്ട ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ ഡയറക്ടേഴ്സിനും ഞാൻ മെസ്സേജ് ചെയ്യായിരുന്നു, ഈവൻ തമിഴിലും മലയാളത്തിലും. അതേപോലെ തന്നെയാണ് ഇപ്പൊ DC ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോഴും ഞാൻ ആ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. സാർ ഞാൻ DC പോലെ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്, ആരെങ്കിലും അടുത്ത പ്രൊജക്ട്സ് ഓൺ ആവുകയാണെങ്കിൽ വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ ബെറ്റർ ആയിട്ട് വരുന്നതും ഇതുവരെ ചെയ്യാത്തതും, അല്ലെങ്കിൽ അവർ തന്നെ പറയും ബ്രോക്ക് ഈ ക്യാരക്ടർ സെറ്റ് ആവില്ല, അല്ലെങ്കിൽ ബ്രോക്ക് ഇത് കുഞ്ഞു ക്യാരക്ടർ ആയിരിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ മാറി പോകുന്നതാണ് ഓട്ടോമാറ്റിക്കലി. ഞാൻ മാറ്റി നിർത്തുന്നതല്ല. അതെല്ലാം പോയി കഴിഞ്ഞിട്ട് ഒരു സാധനം എനിക്ക് വന്ന് നിൽക്കും ഫൈനലി ഒരു പോയിന്റിൽ. ആ സാധനമായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുക.
അപ്പോൾ അങ്ങനെ ഒരു പ്രൊജക്ട് ഇതുവരെ വന്നിട്ടില്ല. ഞാനും വെയിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു പ്രൊജക്ട് വന്ന ശേഷം നമുക്ക് വീണ്ടും അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാം, സംസാരിക്കാം. അതെ, ഒരു വലിയ മൂവി സംഭവിച്ചിട്ട് ഇവിടെ വന്നിരുന്നത് പോലെ ഒന്നും കൂടി ഇന്റർവ്യൂ തരാൻ പറ്റട്ടെ. പ്രണവ് ടിയോഫിൻ എന്ന ആക്ടർ ഇനി ഒരുപാട് നല്ല നല്ല സിനിമകളുടെ ഭാഗമാവാൻ കഴിയട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.